ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് മൂന്നാക്കൽ പള്ളി, അതായത് മൂന്നാക്കൽ ജുമാ മസ്ജിദ്. ഞാൻ അഷ്കർ മൽബാർ. വെൽക്കം ടു മൈ ചാനൽ. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ പള്ളിക്ക് വിശ്വാസത്തിൻ്റെ ഒരുപാട് കഥകൾ പറയാനുണ്ട്. പൊന്നാനിയിലെ മക്തൂം കുടുംബത്തിൻ്റെ താവഴിയിൽപ്പെട്ടവരായിരുന്നു ആദ്യകാലത്ത് മൂന്നാക്കൽ പള്ളിയിലെ ഹാസിമാർ. അങ്ങാടിപ്പുറത്തെ തരകൻ കുടുംബത്തിൻ്റെ വാണിജ്യ കേന്ദ്രമായിരുന്ന അങ്ങാടിക്കുന്നിന് കീഴിലാണ് ഈ പള്ളി നിർമ്മിച്ചത്. ആ കാലത്ത് ഒരു തുള്ളി ജലം പോലും കിട്ടാത്ത പ്രദേശം. പള്ളിയിലെ ഹൗദിലേക്ക് ആവശ്യമായ വെള്ളം അടിവാരത്തു നിന്ന് കുടത്തിൽ ശേഖരിച്ചു കൊണ്ടുവന്ന് നിറയ്ക്കുന്ന ഒരു നേർച്ച അക്കാലത്തുണ്ടായിരുന്നു. പണ്ഡിത പാമര വ്യത്യാസമില്ലാതെ ഇന്നും ആ രീതി തുടരുന്നുണ്ട്. അരി നേർച്ചയായി കൊടുക്കുന്നതാണ് ഇവിടുത്തെ പ്രത്യേകത. കൂടാതെ ഖുർആനുകൾ, മുസല്ലകൾ, നിസ്കാരപ്പായകൾ തുടങ്ങിയവയും ഇവിടെ നേർച്ചയായി ലഭിക്കാറുണ്ട്. ഇവിടെ കിട്ടുന്നതിൽ നിന്നും യത്തീംഖാനകളിലേക്കും പള്ളികളിലേക്കും കൊടുക്കുകയാണ് സാധാരണ പതിവ്. മൂന്നാക്കൽ പള്ളിയുടെ നേർച്ചക്കഥകളെ പറ്റി ഇനിയും കുറേ പറയാനുണ്ട്. ആഴ്ചയിൽ ഒരു ദിവസം ഇവിടെ അരിവിതരണമുണ്ട്. റംസാൻ മാസത്തിൽ അരിവിതരണം രാവിലെ 8 മണിക്ക് തുടങ്ങും. സാധാരണ ദിവസങ്ങളിൽ ഒരാൾക്ക് 8 കിലോ അരി എന്നത് റംസാനിൽ 20 കിലോയായി മാറും. അരി വിതരണം കൂടാതെ നിരവധി റിലീഫ് പ്രവർത്തനങ്ങളും മൂന്നാക്കൽ പള്ളി കമ്മിറ്റി ഏറ്റെടുത്ത് നടത്തുന്നുണ്ട്. നിർധന കുടുംബങ്ങൾക്കുള്ള വിവാഹ ധനസഹായം, ചികിത്സാ സഹായം, വിദ്യാഭ്യാസ ധനസഹായം എന്നിങ്ങനെ പല രീതിയിൽ ആശ്വാസത്തിൻ്റെ തണലാകുകയാണ് മൂന്നാക്കൽ പള്ളി. ആ തണൽ പ്രതീക്ഷിച്ചാണ് ആയിരങ്ങൾ മൂന്നാക്കൽ പള്ളിയിലേക്ക് എത്തുന്നത്. നിധി പോലെ ലഭിച്ച അരി നെഞ്ചോട് ചേർത്ത് വെച്ച് പള്ളിമുറ്റത്ത് നിന്ന് തിരിച്ചു നടക്കുന്ന പലരെയും നമുക്ക് കാണാം. അങ്ങനെ എത്രയോ പേർക്കാണ് മൂന്നാക്കൽ പള്ളി തണലേകുന്നത്. ആ തണൽ തേടി വരുന്നവരുടെ എണ്ണവും നാൾക്കുനാൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. മഹല്ലിലെ മുഴുവൻ കുടുംബങ്ങൾക്കും ജാതിമത ഭേദമന്യേ സാമ്പത്തിക വ്യത്യാസം കണക്കിലെടുക്കാതെ അരി നൽകുന്ന പതിവ് പള്ളിയിൽ തുടങ്ങിയിട്ട് വർഷങ്ങളായി. ദാരിദ്ര്യം നടമാടിയിരുന്ന പഴയ കാലത്ത് കഞ്ഞി വെച്ച് പാർച്ച എന്ന നേർച്ച ഇവിടെ നടന്നിരുന്നു. നേർച്ചയായി കിട്ടുന്ന അരി കഞ്ഞി വെച്ച് നൽകുകയായിരുന്നു ആദ്യം. പിന്നീട് അരി വിതരണം തുടങ്ങി. ആദ്യകാലത്ത് 5 ചാക്ക് അരിയായിരുന്നു ഒരു ദിവസം വിതരണം ചെയ്തിരുന്നത് എങ്കിൽ പിന്നീടത് 10, 100, 1000 വികസിച്ചു. ഇപ്പോൾ ഒരാഴ്ചയിലെ വിതരണത്തിന് 1500 ചാക്ക് അരിയെങ്കിലും വേണം. 17,000-ഓളം കുടുംബങ്ങൾക്ക് ഇതിൻ്റെ ഫലം ലഭിക്കുന്നുമുണ്ട്. 1,00,000 കിലോ അരി വരെ ഇവിടെ വിതരണം ചെയ്യുന്നുണ്ട്. ഇവിടെ മരണപ്പെട്ട് കിടക്കുന്നത് ആരാണെന്ന് ആർക്കും വ്യക്തമായ ധാരണയില്ല. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, ഇവിടേക്ക് വരുന്ന വിശ്വാസികൾ അവരുടെ ആവശ്യങ്ങൾ നിറവേറിയതിനു ശേഷം വന്ന് പ്രാർത്ഥിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവാം ഇവിടെ കിടക്കുന്നവർക്ക് എന്തൊക്കെയോ പ്രത്യേകതകളുണ്ടെന്ന്. കല്യാണങ്ങൾ നടക്കുവാൻ നേർച്ച, നടന്നു കഴിഞ്ഞാൽ അതിനുള്ള നേർച്ച, ഗൾഫിൽ പോകുവാൻ നേർച്ച, പോയാൽ അതിനുള്ള നേർച്ച, കിണറ്റിൽ വെള്ളം കാണാൻ നേർച്ച, കണ്ടാൽ നേർച്ച എന്നു വേണ്ട ഏതൊരു കാര്യത്തിനും അരിയാണ് വിശ്വാസികൾ മൂന്നാക്കൽ പള്ളിയിൽ നേർച്ചയായി എത്തിക്കുന്നത്. ആളുകൾ അവരുടെ ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടി നേർച്ച കൊടുക്കുന്നു. അവരുടെ ആവശ്യങ്ങൾ നിറവേറുന്നതിനനുസരിച്ച് ഇവിടെ ജനത്തിരക്കോളം കൂടുന്നു. പറഞ്ഞാൽ തീരാത്തത്ര വിശേഷങ്ങളുണ്ട്. ഫുള്ളായി പറയാൻ കഴിയാത്തത് കാരണം ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ പുതിയ വിശേഷങ്ങളും പുതിയ വീഡിയോകളുമായി വീണ്ടും കാണാം. ഇറ്റ്സ് മീ അഷ്കർ മൽബാർ.